ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ മിറർ ക്യൂബ് കുറച്ച് അൽഗോരിതം ഉപയോഗിച്ച് പെട്ടെന്ന് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ ഓരോ കട്ടകൾക്കും ഡിഫറെൻറ്റ് സൈസാണ്. അപ്പോൾ ഇത് ശരിയാക്കാൻ വളരെ സിമ്പിളാണ്. കുറച്ച് അൽഗോരിതം യൂസ് ചെയ്ത് നമുക്കത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഇത് ഫസ്റ്റ് ഒന്ന് റീഷഫിൾ ചെയ്യാം. അപ്പോൾ ഞാനിത് റീഷഫിൾ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഫസ്റ്റ് ആയിട്ട് നോക്കാനുള്ളത് ഇതിൻ്റെ ഹൈറ്റുള്ളൊരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കാണാൻ കഴിയും, ഇതിൽ ഹൈറ്റായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്കിത് ഹൈറ്റ് തന്നെ ഉള്ളത് ഇത് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹൈറ്റുള്ള കട്ട ഇതിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നോക്കിയാൽ മതി. ഹൈറ്റായിട്ടുള്ളൊരു കട്ട കൊണ്ടുവന്ന് നോക്കുക. അപ്പോൾ ഈ താഴെ കിടക്കുന്ന ഈ കട്ട നമുക്ക് മേലെ കൊണ്ടുവന്നാൽ ഓക്കെ, ഇതാണ് ഇതിൽ ഏറ്റവും ഹൈറ്റുള്ള ഭാഗം. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റുള്ള ഭാഗത്തിനെ ഒരു ബേസായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇതിനെ ജസ്റ്റ് ഓപ്പോസിറ്റിൽ വെക്കുക. ഓപ്പോസിറ്റിൽ നമുക്കൊരു പ്ലസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ പ്ലസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെലക്ട് ചെയ്ത ഈ കട്ടനെ ഫസ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റിൽ കൊണ്ടുപോയി നമ്മൾ ആ ഹൈറ്റുള്ള ഭാഗം ഒരു ബേസ് ആക്കിയിട്ട് വെച്ചു. എന്നിട്ട് ഇതേ ഹൈറ്റുള്ള വേറെ കട്ടകൾ നമുക്ക് ഈ ഭാഗത്ത് കൊണ്ടുവന്ന് ഒരു പ്ലസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ഈ സൈഡിലേക്ക് ഒരു കട്ട ഹൈറ്റുള്ളത് കിട്ടണം. അപ്പോൾ അതിന് നമ്മളിവിടെ സൈഡിൽ ചെക്ക് ചെയ്തിട്ട് ഇവിടെ ഉള്ളത് ഓരോന്ന് ഒരു ട്രയൽ ആൻഡ് എറർ പോലെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് നോക്കണം. ഇവിടെ ഒരു കട്ട കിട്ടി. ഇതിനോട് ഹൈറ്റ് സെയിം ആണ്. അപ്പോൾ അത് ഇവിടെ ഫിക്സ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു കട്ട കാണുന്നുണ്ട്, അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഒരു 3 എണ്ണം ഇവിടെ ശരിയായിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഒരു കട്ട ഇവിടേക്കാണ് വേണ്ടത്. അപ്പോൾ അതിനൊരു ട്രയൽ പോലെ നമുക്കിവിടെ സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കട്ട കാണുന്നുണ്ട്. അപ്പോൾ അതിനെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഇവിടെ തിരിച്ച്, ഇപ്പോൾ ഇവിടെ 4 കട്ടകൾ ഏകദേശം സെയിം ആയിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ചെയ്യേണ്ടത് ഇതിനോട് ഈക്വൽ ആയിട്ടുള്ളൊരു സെൻറ്റർ പീസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ ഒരു സെയിം ആയിട്ടുള്ളൊരു കട്ട ഇട്ടിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു കട്ട വീണ്ടും നമുക്ക് ശരിയായിട്ടുണ്ട്. അതും ഓപ്പോസിറ്റിൽ കൊണ്ടുപോകാം. പിന്നെ നമുക്കുള്ളത് ഈ ഒരു കട്ടനോട് സെയിം ആയിട്ടുള്ളത് അതും താഴെ കൊണ്ടുപോയി ഇവിടെ ഒരു പ്ലസ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ പ്ലസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്തതായിട്ട് ശരിയാക്കാനുള്ളത് ഈ 4 കോർണറുകളാണ്. കോർണറുകളിലേക്ക് ശരിയാക്കാൻ നമുക്ക് ഇതേ സെയിം ഹൈറ്റുള്ള കട്ടകൾ ഇവിടെ കോർണറിൽ താഴെ കിടക്കുന്നുണ്ടാവും. അത് മുകളിലേക്കുള്ളത് ഏതാണെന്ന് ജസ്റ്റ് തിരിച്ചു നോക്കുക. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിവിടെ സെറ്റാവും. അപ്പോൾ നമുക്ക് ഇനി അതിനങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇത് ഇവിടുന്ന് മാറാതെ നമുക്കിത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് ഫസ്റ്റ് ഇത് ഇവിടുന്ന് മൂവ് ചെയ്യിപ്പിച്ച് ഇങ്ങോട്ട് വെക്കുക. പിന്നെ ഇത് റൈറ്റിലോട്ടൊന്ന് തിരിച്ച് ഇതിനോട് സെറ്റാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ട് ഈ കോർണർ ശരിയായി. പിന്നെ അടുത്തത് ഈ കോർണറാണുള്ളത്. അപ്പോൾ അതിന് ഹൈറ്റുള്ള മറ്റൊരു കട്ട നമുക്ക് ഒരു കോർണർ പീസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിനെ ഇങ്ങോട്ട് തിരിച്ച് ഇതിൻ്റെ കൂടെ ഒപ്പം വെക്കുക. ഇത് 3 അലൈൻ ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുപോകും. ഇനി നമുക്ക് ശരിയാക്കാനുള്ളത് ഈ 2 കോർണർ പീസസുകളാണ്. അത് ഇവിടെ കിടക്കുന്നുണ്ട്, ഇവിടെയും കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ച് നമുക്ക് ഇങ്ങനെ സൈസ് ഇവിടേക്കാണ് ഇത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിച്ചു. പിന്നെ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ കൂടെ വെച്ച് മുകളിലേക്ക് കൊണ്ടുവരാം.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ലാസ്റ്റ് ഒരു കട്ടയാണ് ഇവിടെ ശരിയാക്കാനുള്ളത്. അതിവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ആക്കിയിട്ട് മുകളിലേക്ക്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഒരു ബേസ് ലെയർ നമുക്കിവിടെ ശരിയായിട്ടുണ്ട്. ഇത് ശരിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സെക്കൻഡ് ലെയർ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ലെയർ ശരിയാക്കാൻ നോക്കാം. അപ്പോൾ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ അൽഗോരിതം യൂസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് രണ്ട് രീതിയിലാണ് ഇതിൽ കട്ടകൾ ഇതിൽ മുകളിൽ വന്ന് കിടക്കുന്നുണ്ടാവുക. ഒന്ന് ഇവിടെ മുകളിൽ നിന്ന് റൈറ്റിലോട്ടും ഒന്ന് മുകളിൽ നിന്ന് ലെഫ്റ്റിലോട്ടുമാണ് നമുക്ക് മാറ്റിയിട്ട് ശരിയാക്കാനുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു വലിയ കട്ട ഇവിടെ കിടക്കുന്നുണ്ട്. അത് ഏകദേശം ഷൂട്ടായിട്ടുള്ളത് എങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമുക്കിത് ഇതിനോടാണിത് അലൈൻ ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് റൈറ്റിൻ്റെ ഒരു അൽഗോരിതം, റൈറ്റിലേക്ക് കൊണ്ടുവരാനുള്ള അൽഗോരിതം യൂസ് ചെയ്യാം. അതിന് ഫസ്റ്റ് വേണ്ടത് അപ്പർ ക്ലോക്ക് വൈസ്, ദെൻ റൈറ്റ് ക്ലോക്ക് വൈസ്, ദെൻ അപ്പർ ആൻറ്റി ക്ലോക്ക് വൈസ്, then right anti-clockwise, then you anti-clockwise, then face anti-clockwise, then you clockwise, then face clockwise. അപ്പോൾ ഈ കട്ട ഇവിടുന്ന് ഇവിടേക്ക് എത്തി. അതുപോലെ ഇനി അവിടെ നമുക്ക് ഇവിടേക്ക് സൂട്ടായിട്ടുള്ളത് ഏതാണെന്ന് നോക്കണം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഹൈറ്റുള്ളൊരു കട്ടയുണ്ട്. ആ കട്ട ഏകദേശം ഈ ഭാഗത്തേക്ക് സൂട്ടായി വരും. അപ്പോൾ അതിന് നമ്മൾ വീണ്ടും റൈറ്റിലേക്ക് മാറ്റാനുള്ള അൽഗോരിതം യൂസ് ചെയ്യാം. യു ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, ദെൻ യു ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ദെൻ യു ആൻറ്റി ക്ലോക്ക് വൈസ്, face anti-clockwise, then you clockwise, then face clockwise. ഇവിടെയും ശരിയായി. ഇനി നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളാണ് ശരിയാകാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കട്ട കിടക്കുന്നുണ്ട്. ഓക്കെ, അത് ഇവിടേക്ക് ഷൂട്ടാണ്. അതിനെ അപ്പോൾ മുകളിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാനുള്ള അൽഗോരിതമാണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. അതിനു വേണ്ടി ഫസ്റ്റ് യു ആൻറ്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ദെൻ യു ക്ലോക്ക് വൈസ്, ദെൻ ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, യു ക്ലോക്ക് വൈസ്, എഫ് ക്ലോക്ക് വൈസ്, യു ആൻറ്റി ക്ലോക്ക് വൈസ്, എഫ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെയും ശരിയായി. ഇനി നമുക്ക് ആകെ ഉള്ളത് ഒരു ഒറ്റ കട്ടയാണ് ഇവിടെ ശരിയാവാനുള്ളത്. ആ കട്ട ഇതാണോ എന്ന് നോക്കാം. അല്ല, നമുക്ക് വേറെ ഏത് കട്ടയാണുള്ളത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ മുകളിൽ ഒരു കട്ടയും ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതില്ല. ഇത് നേരെ തിരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ വേറൊരു കട്ട ഇവിടുന്ന് ഇവിടേക്ക് മാറ്റാം. അതിന് യു ആൻറ്റി ക്ലോക്ക് വൈസ്, എൽ, then യു, then എൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കട്ടനെ നമ്മൾ ഇവിടുന്ന് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഈ കട്ടനെ ഇത് കറക്റ്റായിട്ട് ഇതിനോട് അലൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റണം. അതിന് ലെഫ്റ്റിലേക്കുള്ള അൽഗോരിതം യു ഡാഷ്, എൽ ഡാഷ്, then യു, എൽ, യു, എഫ്, then യു ഡാഷ്, എഫ് ഡാഷ്. ഓക്കെ,
നമുക്കിപ്പോൾ 2 ലൈന് കറക്റ്റായിട്ട് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ ഒരു ലെയറാണ് ശരിയാക്കാനുള്ളത്. അതിന് ഫസ്റ്റ് നമുക്ക് മുകളിലൊരു പ്ലസ് വരുത്തണം. പ്ലസ് ആക്കാൻ നമുക്ക് ഒരു വേറെ അൽഗോരിതം ഉണ്ട്. ആ അൽഗോരിതം ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ ഷോർട്ടായിട്ടുള്ളൊരു ഭാഗത്തിന് നിരത്തി അടിച്ചിട്ട് ഫേസ് ക്ലോക്ക് വൈസ്, യു ക്ലോക്ക് വൈസ്, then right, then U anti-clockwise, right anti-clockwise, F anti-clockwise. ഓക്കെ, അപ്പോൾ ഒരു ലൈന് ശരിയായിട്ടുണ്ട്. ഇത് സെയിം നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അടുത്തൊരു പൊസിഷനിൽ വെച്ചിട്ട് ഫേസ് ക്ലോക്ക് വൈസ്, യു ക്ലോക്ക് വൈസ്, then right, U right, F dash. 2 ഭാഗം ശരിയായിട്ട് ഇനി 2 ഭാഗം കൂടി ശരിയാവാനുണ്ട്. വീണ്ടും ഫേസ് ക്ലോക്ക് വൈസ്, യു ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, യു ആൻറ്റി ക്ലോക്ക് വൈസ്, ആർ ആൻറ്റി ക്ലോക്ക് വൈസ്, ആൻഡ് ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു മുകളിലൊരു പ്ലസ് കിട്ടി. ഇവിടെ അങ്ങനെ ഒരു പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്, അടുത്തതായിട്ട് നമുക്ക് ഈ മുകളിലുള്ള എല്ലാ കട്ടകളും ഒരു ഫ്ലാറ്റാക്കി മാറ്റണം. അതിന് വേറൊരു അൽഗോരിതമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഷോർട്ടായിട്ടുള്ള ഭാഗത്തിന് ഓപ്പോസിറ്റ് പിടിച്ചിട്ട് നമ്മൾ റൈറ്റ് യു ആർ ഡാഷ്, യു റൈറ്റ്, യു ടു, ദെൻ ആർ ഡാഷ്. ഇത് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ മുകളിൽ മൊത്തം ഫ്ലാറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മൊത്തം ഫ്ലാറ്റായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇവിടെ ശരിയാവാത്ത കുറേ കട്ടകളുണ്ട്. ഇതാണ് നമുക്ക് ശരിയാക്കേണ്ടത്. അതിന് വേറൊരു അൽഗോരിതം നമുക്ക് യൂസ് ചെയ്യാം. അതിവിടെ സ്ക്രീനിൽ കാണിക്കാം. ഫസ്റ്റ് ആർ ഡാഷ്, എഫ്, ആർ ഡാഷ്, ബി ബാക്ക് ടു ട്വൈസ്, then R, then F dash, then R dash, B2, then R2. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ലാസ്റ്റ് ഒരു ലൈന് ശരിയായിട്ടുണ്ട്. ഇനി ഇത് രണ്ടുമാണ് ശരിയാക്കാനുള്ളത്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് പിടിച്ചിട്ട് മറ്റൊരു അൽഗോരിതമാണ് യൂസ് ചെയ്യേണ്ടത്. ആർ ട്വൈസ്, then U, then R, then again U, then R dash, U dash, then R dash, then U dash, again R dash, then U, R dash. ഇതാണ് ഇപ്പോൾ ക്യൂബ് റെഡിയായി. ഈ ലാസ്റ്റ് സ്റ്റെപ്പ് ഇത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓപ്പോസിറ്റ് പിടിച്ചിട്ട് ഇത് ശരിയാകുന്നത് വരെ റിപ്പീറ്റ് ചെയ്താൽ മതി.